നമസ്കാരം, ഞാൻ വിജയൻ വലിയപുരയിൽ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളുടെ ഹൈഡ്രോപോണിക്സിൻ്റെ മൂന്നാമത്തെ വീഡിയോ കഴിഞ്ഞതോടെ സിസ്റ്റം മിക്കവാറും മുഴുവനായി സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് എങ്ങനെ പ്രവർത്തനക്ഷമമാക്കാം എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ടാങ്കിലേക്ക് വെള്ളം നിറക്കാം. 120 ലിറ്ററിൻ്റെ ഈ ടാങ്കിലേക്ക് ഒരു 90-100 ലിറ്റർ വെള്ളം നമുക്ക് നിറക്കാം. അതായത് ഒരു 1/4 ഭാഗം നിറയണം. ഇതിൽ വളമൊന്നും ചേർക്കണ്ട. ഇപ്പോൾ ഒരു 2 ദിവസം വെറുതെ വെള്ളം പാത്തിയിലേക്ക് നിറയാനും തിരിച്ച് ടാങ്കിലേക്ക് പോകാനും വിട്ടേക്കുക. അതായത് നമ്മളായിട്ടൊന്നും ചെയ്യണ്ട. മോട്ടോർ അതിൻ്റെ സമയത്ത് വർക്ക് ചെയ്തിട്ട് പാത്തിയിലേക്ക് വെള്ളം എത്തും, വെള്ളം ഡ്രെയിൻ ചെയ്ത് പോയിക്കോളും. വെള്ളം വേലിയേറ്റവും വേലിയിറക്കവും പോലെ പാത്തികളിൽ നിറയുകയും ഒഴിഞ്ഞു പോവുകയും ചെയ്തുകൊണ്ടിരിക്കും. ഹൈഡ്രോപോണിക്സിൽ ഇതിന് എബ് ആൻഡ് ടൈഡ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ഫ്ലഡ് ആൻഡ് ഡ്രെയിൻ എന്നും പറയാറുണ്ട്. 5 മിനിറ്റ് മോട്ടോർ വർക്ക് ചെയ്യുമ്പോൾ പാത്തിയിൽ വെച്ചിരിക്കുന്ന പൈപ്പുകളിലെ ദ്വാരങ്ങളിലൂടെ എല്ലാ പാത്തികളിലും ഒരേ സമയം വെള്ളം നിറയും. ബേബി ജെല്ലിയുടെ മുകൾ നിരപ്പിൽ നിന്ന് 1 ഇഞ്ച് താഴെ വെള്ളം 5 മിനിറ്റ് മോട്ടോർ വർക്ക് ചെയ്യുമ്പോഴേക്കും എത്തും. പാത്തികളുടെ എണ്ണം കൂടുന്നതിനും കുറയുന്നതിനും അനുസരിച്ച് മോട്ടോർ വർക്ക് ചെയ്യേണ്ട സമയം നമ്മൾ ടൈമറിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തു കൊടുക്കേണ്ടി വരും. ഈ പാത്തികളിൽ വെച്ചിരിക്കുന്ന പൈപ്പ് കഷ്ണത്തിലൂടെ നോക്കിയാൽ നമുക്ക് വെള്ളത്തിൻ്റെ അളവ് കൃത്യമായി മനസ്സിലാക്കാം. ഈ പാത്തികളിലെ വെള്ളം അടുത്ത അരമണിക്കൂർ കൊണ്ട് തിരിച്ച് ടാങ്കിലേക്ക് വരുന്ന തരത്തിൽ നമുക്ക് ഈ വാൽവ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. 2 ദിവസം കഴിഞ്ഞ് നമുക്ക് വെള്ളത്തിൽ വളം ചേർത്ത് കൊടുക്കാം. ഇത് 19-19-19 NPK ഫെർട്ടിലൈസറാണ്. ഓൺലൈനിൽ വാങ്ങിച്ചതാണ്. ഇതിന് 450 ഗ്രാമിന് 199 രൂപയാണ് വില. പൂർണ്ണമായും വെള്ളത്തിൽ ലയിക്കുന്ന കെമിക്കൽ ഫെർട്ടിലൈസറാണിത്. ഇത് നമുക്ക് 4 ടീസ്പൂൺ ഈ 100 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് കൊടുക്കാം. ഇത് ടീസ്പൂണാണ്, അതായത് 5 ഗ്രാം തൂക്കം കാണും ഒരു സ്പൂണിലെ വളത്തിന്. ഇത് യൂറിയ ആണ്. വളരെ ചെറിയ വിലക്ക് വളം വിൽക്കുന്ന കടകളിൽ നമുക്കിത് കിട്ടും. കിലോയ്ക്ക് 10 രൂപയോ മറ്റോ വിലയുള്ളൂ. 1 കിലോ വാങ്ങിയാൽ 1 കൊല്ലത്തേക്ക് മതിയാകും. ഇത് നമ്മൾ 2 ടീസ്പൂൺ ഈ വെള്ളത്തിൽ ചേർക്കുന്നത്. ചെടികളുടെ വളർച്ചയ്ക്ക് വേണ്ടി കുറച്ച് കൂടുതൽ നൈട്രജൻ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ യൂറിയ ചേർക്കുന്നത്. ഇത് മൈക്രോ ന്യൂട്രിയൻ്റാണ്. ചെടിക്ക് ആവശ്യമുള്ള സാധാരണ കിട്ടേണ്ടുന്ന എല്ലാ മൂലകങ്ങളും ഇതിലുണ്ടെന്ന് തന്നെ പറയാം. ഇത് നമ്മൾ വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ചെറിയ അളവിൽ മാത്രമേ ചെടിക്കിത് ആവശ്യവുമുള്ളൂ. 225 ഗ്രാമിൻ്റെ ഈ ബോട്ടിലിന് 115 രൂപയാണ് വില. ഇതിൽ നിന്ന് നമ്മൾ 1 ടീസ്പൂൺ ഈ വെള്ളത്തിൽ ചേർക്കും. അപ്പോൾ നമ്മൾ ഈ വളങ്ങൾ, ഈ 3 വളങ്ങൾ 4:2:1 ടീസ്പൂൺ എന്ന അനുപാതത്തിലാണ് ഇപ്പോൾ ഈ തുടക്കത്തിൽ ഈ 100 ലിറ്റർ വെള്ളത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ പാത്തിയിലേക്ക് നമുക്ക് കുറച്ച് പയർ ചെടികൾ വെച്ച് കൊടുക്കാം. പോട്ടിംഗ് ട്രേയിൽ വളർന്ന ഈ ചെടികൾ വേരുകളിലെ മണ്ണ് പൂർണ്ണമായി നീക്കം ചെയ്തിട്ട് വേണം പാത്തികളിൽ നടാൻ. ഈ ബേബി ജെല്ലി വശങ്ങളിലേക്ക് കുറച്ച് മാറ്റിയ ശേഷം ഇവ നടാം. മുകളിലേക്ക് പടർന്നു പോകുന്ന ചെടികളാണെങ്കിൽ അടുത്തടുത്ത് നട്ടാലും പ്രശ്നമില്ല. അരമണിക്കൂർ കൊണ്ട് വെള്ളം വാർന്നു പോയാലും 2 മുതൽ 3 മണിക്കൂർ വരെ ജെല്ലിയിൽ നനവ് നിലനിൽക്കും. വളമടങ്ങിയ വെള്ളം ഒരു നേരിയ ഫിലിം പോലെ വേരുകളെ പൊതിഞ്ഞു നിൽക്കും. ചെടിക്ക് വളരാൻ ഇത് മതിയാകും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചെടി വളർച്ച പ്രകടിപ്പിക്കാൻ കുറച്ച് ദിവസങ്ങളെടുക്കും. കാരണം ചില മൂലകങ്ങൾ ചെടികളുടെ വേരുകൾക്ക് വലിച്ചെടുക്കണമെങ്കിൽ വേരുകളിൽ ചില ബാക്ടീരിയകളുടെ സാന്നിധ്യം ആവശ്യമാണ്. അത്തരം ബാക്ടീരിയകൾ ജെല്ലിയിൽ ഉണ്ടായി വരണമെങ്കിൽ കുറച്ച് ദിവസങ്ങളെടുക്കും. ജെല്ലിയിൽ വെള്ളം കെട്ടി നിന്നാൽ ചെടി ചീഞ്ഞ് നശിച്ചു പോകും. ചെടികളുടെ വളർച്ചയും വിളർച്ചയും നോക്കി മാത്രം ഇനി അങ്ങോട്ട് വളമിട്ട് കൊടുത്താൽ മതിയാകും. ഇലകൾക്ക് ആരോഗ്യക്കുറവ് തോന്നുമ്പോൾ ഈ 3 വളങ്ങളും 2:1:1 ടീസ്പൂൺ എന്ന അനുപാതത്തിൽ, അതായത് NPKയും യൂറിയയും മൈക്രോ ന്യൂട്രിയൻറ്റും ഈ 2:1:1/2 ടീസ്പൂൺ എന്ന അനുപാതത്തിൽ ഇട്ട് കൊടുക്കാം. സിസ്റ്റം വർക്ക് ചെയ്ത് തുടങ്ങിയാൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ, കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ എന്തുമാത്രം വളം, എന്തുമാത്രം ദിവസം ഇടവിട്ട് ഇട്ട് കൊടുക്കണമെന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും.
അടുത്തതായി ഈ സിസ്റ്റത്തിന് എന്തുമാത്രം വൈദ്യുതി ചെലവാകുമെന്ന് നമുക്ക് നോക്കാം. 40 വാട്ട് മോട്ടോർ 5 മിനിറ്റ് വീതം 24 മണിക്കൂറിൽ 2 മണിക്കൂർ ഇടവിട്ടാണ് വർക്ക് ചെയ്യിക്കുന്നത്. അതായത് 12 തവണ 5 മിനിറ്റ് വീതം വർക്ക് ചെയ്യും. അപ്പോൾ 60 മിനിറ്റ് എന്ന് വെച്ചാൽ 1 മണിക്കൂർ. അപ്പോൾ 1 മണിക്കൂർ സമയം 40 വാട്ട് മോട്ടോർ ഒരു ദിവസം വർക്ക് ചെയ്യും. 30 ദിവസത്തേക്ക് അപ്പോൾ 40 × 30 1200 വാട്ട് വൈദ്യുതി ചിലവാകും. 1000 വാട്ടിനെയാണ് നമ്മൾ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മാസം ഈ മോട്ടോർ വഴി ചിലവാകുന്ന വൈദ്യുതി 1.2 യൂണിറ്റാണ്. മിക്ക വീടുകളിലും മാസത്തിൽ 100 യൂണിറ്റിനടുത്ത് വൈദ്യുതി ചിലവ് വരുമ്പോൾ അതിൽ നമ്മുടെ ഈ സിസ്റ്റത്തിൻ്റെ പങ്ക് 1 യൂണിറ്റിന് കുറച്ചധികം മാത്രമേ വരുള്ളൂ. ഈ സിസ്റ്റത്തിൻ്റെ തുടക്കത്തിൽ കുറച്ച് ചെറിയുള്ളിയും ചീരയും നട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി നമുക്ക് നോക്കാം. ചീരവർഗ്ഗങ്ങൾ നന്നായി വളരുന്നു. ഇലയുടെ ആവശ്യത്തിന് ഉള്ളി കൃഷി ചെയ്യാം. ഉള്ളി കിട്ടുമോ എന്നത് ഇപ്പോൾ പറയാൻ കഴിയില്ല. എന്തായാലും ഉള്ളി നന്നായി തഴച്ച് വളരുന്നുണ്ട്. ഏതായാലും കിഴങ്ങ് വർഗ്ഗത്തിലുള്ള ചെടികൾ ഇതിൽ കൃഷി ചെയ്യാൻ പറ്റില്ല. ഈ കാന്താരി മുളകിൻ്റെ ചെടി മറ്റൊരു കാന്താരി ചെടിയിൽ നിന്ന് മുറിച്ചെടുത്ത കമ്പ് നട്ട് വളർത്തിയതാണ്. ഇതിന് വേര് വന്നിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. കാരണം ഇതിന് ശാഖകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഞാൻ ചെയ്തതുപോലെ കുറച്ച് ഉയരത്തിൽ പാത്തികൾ സ്ഥാപിച്ചാൽ ഇലകളുടെ അടിവശത്ത് കീടനാശിനികളൊക്കെ അടിച്ചു കൊടുക്കാൻ എളുപ്പമായിരിക്കും. മഴക്കാലത്ത് മഴവെള്ളം പാത്തിയിൽ വീഴാതിരിക്കാൻ മുകളിലായി ചെറിയ വീതിയിലൊരു UV ഷീറ്റ് അല്ലെങ്കിൽ ഗാർഡൻ നെറ്റ് കൊടുക്കേണ്ടി വരും. ഇവിടെ ഇപ്പം മഴമറ ഉള്ളതുകൊണ്ട് അത് പ്രശ്നമില്ല. സിസ്റ്റത്തിൻ്റെ നിർമ്മാണം തുടങ്ങുന്നതിന് മുമ്പ് ഇതുപോലെ ഒരു പ്ലാൻ ഉണ്ടാക്കിയാൽ ആവശ്യമുള്ള പൈപ്പിൻ്റെയും LT ജോയിൻറ്റുകളുടെയൊക്കെ എണ്ണം കൃത്യമായി കണക്കാക്കാൻ പറ്റും. കഴിയുന്നതും സാധനങ്ങളെല്ലാം ഏറ്റവും അടുത്തുള്ള കടയിൽ നിന്ന് വാങ്ങുന്നതാണ് നല്ലത്. മാറ്റി വാങ്ങാനും ആവശ്യമില്ലാത്തത് തിരിച്ചു കൊടുക്കാനൊക്കെ അതായിരിക്കും സൗകര്യം. മറ്റൊന്ന് ശ്രദ്ധിക്കാനുള്ളത്, പാത്തിയിലേക്ക് ബേബി ജെല്ലി ഇടുന്നതിന് മുമ്പ് ബേബി ജെല്ലി നന്നായി കഴുകിയ ശേഷം ഇട്ടാൽ പാത്തിക്കടിയിൽ ചെളി കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കാൻ കഴിയും. അടുത്തതായി നമുക്ക് ഈ സിസ്റ്റത്തിന് എനിക്ക് എന്തുമാത്രം ചിലവ് വന്നു എന്നുകൂടി നോക്കാം. ഇതിൽ ടാങ്കിൻ്റെയും വെൽഡിങ്ങിൻ്റെയും മാത്രം ചിലവ് ഏകദേശം 2000-ത്തിനടുത്ത് വരുന്നുണ്ട്. വീട്ടിൽ വല്ല സിമൻറ്റ് കണ്ടെയ്നറൊക്കെ ഉണ്ടെങ്കിൽ അത് ടാങ്കായിട്ട് ഉപയോഗിക്കാം. അതുപോലെ ഇഷ്ടിക കൊണ്ട് പാത്തി വെക്കാനുള്ള സ്റ്റാൻഡ് ഉണ്ടാക്കിയാൽ ചിലവ് ഗണ്യമായിട്ട് കുറയും. ഇപ്പോൾ ഹൈഡ്രോപോണിക്സ് സിസ്റ്റത്തെ പറ്റി വ്യക്തമായ ധാരണ എല്ലാവർക്കും ഉണ്ടായി കഴിഞ്ഞിരിക്കുമെന്ന് കരുതുന്നു. സിസ്റ്റം ഉണ്ടാക്കാൻ കുറച്ച് ചിലവ് വരുമെങ്കിലും തുടർ ചിലവ് നാമമാത്രമെന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. കൃഷി ചെയ്യാൻ കൃഷിഭൂമിയില്ലാത്ത പ്രത്യേകിച്ച് നമ്മുടെ നഗരത്തിലുള്ളവർക്ക് ഈ സിസ്റ്റം വളരെയധികം പ്രയോജനപ്പെടുമെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഫോണിൽ ലഭിക്കും. ഓക്കെ.